ഇന്ന് ഫെബ്രുവരി 7 റോസ് ദിനം. വാലന്റൈൻസ് ആഴ്ചയുടെ തുടക്കം കുറിക്കുന്ന ദിവസമാണിത്. പ്രിയപ്പെട്ടവർക്ക് റോസാപ്പൂക്കൾ സമ്മാനിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കുന്നതിനുള്ള ദിവസമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്ന് മാത്രം ലോകമെങ്ങും ദശലക്ഷക്കണക്കിന് റോസാപ്പൂക്കളാണ് വിറ്റഴിക്കപ്പെടുന്നത്. ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെ വൻകിട ബിസിനസ്സുകാർക്ക് വരെ ഒരു വലിയ ബിസിനസ് അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. റോസ് ഡേയിൽ മാത്രം ഇന്ത്യൻ നഗരങ്ങളിൽ 90% പൂക്കളുടെ ഡിമാൻഡ് കൂടുന്നത്. സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റമാർട്ട് തുടങ്ങിയ കമ്പനികളെല്ലാം ഈ ദിവസം പൂക്കളുടെ ബിസിനസ് വൻ ആഘോഷമാക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ ആവശ്യക്കാർക്ക് പൂക്കൾ മനോഹരമായി പൊതിഞ്ഞെത്തിക്കുന്നതിൽ ഇവരാണിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. കാലം മാറിയതനുസരിച്ച് ഇന്ത്യയിൽ പുഷ്പകൃഷി അതിവേഗം വളരുകയാണ്. ഈ വിപണിയുടെ ഡിമാൻഡ് മനസ്സിലാക്കി പരമ്പരാഗതമായി പച്ചക്കറി കൃഷി ചെയ്തിരുന്നവരിൽ പോലും ഇതിലേക്ക് എത്തുന്നു. വാലന്റൈൻസ് റോസ് ദിനങ്ങളോടനുബന്ധിച്ച പുഷ്പ വിപണി ഏകദേശം 500 കോടി രൂപയുടെ വളർച്ചയാണ് കൈവരിക്കുന്നത്. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ വളരെ വേഗത്തിൽ പൂക്കൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിനാൽ വാടാത്ത പൂക്കളുടെ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. 2024 ഫെബ്രുവരി 7 1 മിനിറ്റിൽ 100-ലധികം ബൊക്കെകളാണ് ചില ഓൺലൈൻ ഡെലിവറി സ്ഥാപനങ്ങൾ നൽകിയതെന്ന് കണക്കുകൾ കാണിക്കുന്നു. ചുവന്ന റോസാപ്പൂക്കൾ ഓരോന്നിനും 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ഇന്നത്തെ വില. എന്നാൽ പൂച്ചെണ്ടുകൾക്ക് 300 രൂപ മുതൽ 1000 രൂപ വരെയാണ് വില. ഈ ദിവസത്തേക്കുള്ള പൂക്കൾ പ്രധാനമായും പൂനെ, ബംഗളൂരു, ഹൊസൂർ, കൂർഗ്, ഊട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. രാജ്യാന്തര വിപണിയിൽ നിന്നും ഇന്ത്യയിൽ പൂക്കൾ എത്തുന്നുണ്ട്. പൂക്കളുടെ കൂടെ ചോക്ലേറ്റ് വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. സമ്മാനങ്ങൾ, ആശംസാ കാർഡുകൾ, ഓൺലൈൻ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് പുറമെ ജ്വല്ലറികൾ മുതൽ ആഡംബര റെസ്റ്റോറന്റുകൾ വരെ ഈ ദിവസം ആഘോഷമാക്കുന്നു. ഇതിനു പിന്നിലെ ബിസിനസ് താല്പര്യങ്ങളാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത്. പല ബ്രാൻഡുകളും സ്നേഹിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും നൽകാൻ മത്സരിക്കുന്നതോടെ ഇന്ത്യയിൽ റോസ് ഡേ പ്രണയത്തിനൊപ്പം പുതിയ ബിസിനസ് ആശയങ്ങൾക്കും അവസരമൊരുക്കി.